ഹലോ നമസ്കാരം. വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ബാബൂസ് ലോകിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളന്ന് കക്കടംപൊയിലുള്ള ഒരു റിസോർട്ടിലേക്കാണ് നമ്മളന്ന് യാത്ര തിരിക്കുന്നത്. അത് കോവിഡിൻ്റെ എല്ലാ പ്രോട്ടോക്കോളുകളും പാലിച്ചുകൊണ്ടാണ് നമ്മളിന്ന് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ആദ്യത്തെ ഒരു ട്രാവലിംഗ് ഒരു വ്ലോഗാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ യാത്രകളും അവിടുത്തെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ ടീമൊന്നും അവിടെ റെഡി ആയിട്ടില്ല. നമ്മുടെ വണ്ടി സെറ്റായിട്ടുണ്ട്, എല്ലാം റെഡിയാണ്. നമ്മൾ ഈ കാണുന്ന നമ്മൾ ഈ കാണുന്ന വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത്. വീട്ടിൽ എല്ലാവരും ഉണ്ട്. നമ്മുടെ തെക്കത കയറി വരുന്നു. നമ്മൾ ലാമന്തോൾ സെൻറ്ററിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ കാണുന്ന പാലം കഴിഞ്ഞാണ് ലാമന്തോൾ സെൻറ്റർ വരുന്നത്. ഈ പാലം മലപ്പുറം ജില്ലയെയും പാലക്കാട് ജില്ലയെയും കണക്ട് ചെയ്യിക്കുന്ന ഒരു ബൗണ്ടറി ഒരു പാലമാണിത്. നമ്മുടെ പിന്നാക്ക് റിസോർട്ടിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. പിനാക്കിൾ റിസോർട്ടിൻ്റെ ഔട്ട്ഡോർ ടെൻറ്റ്, നമ്മളത് ആ ടെൻറ്റിൽ കാണുന്നു. ടെൻറ്റാണത്. നമ്മൾ ഓഫ് റോഡ് അടിച്ചു വന്ന ആ ഒരു വണ്ടിയാണ് ഈ കാണുന്നത്. ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്.
ആണ് ഇവിടുന്ന് ഗൈസ്. അന്യായ വ്യൂ. കോടമഞ്ഞൊക്കെ ഇറങ്ങി കഴിഞ്ഞു. ഇവിടെ ഒരു നാച്ചുറൽ അല്ലാത്തൊരു പാറയൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒറിജിനലാ തോന്നിപ്പോവും പാറ കണ്ടാല്. ഒരു ഏകദേശം ഒരു കുന്നിന്റെ ഏറ്റവും ടോപ്പിലെത്തി കഴിഞ്ഞു നമ്മള്. ഒരു മിക്കി മൗസിന്റെ ഒരു അമ്പലത്തിലേക്ക് നമുക്ക് അവിടെ ഉണ്ടല്ലേ, പിനാക്കിൾ ഇൻ എന്ന് പറഞ്ഞിട്ടൊരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മള് കുറെ ബുദ്ധിമുട്ടിയെങ്കിലും നമ്മളിവിടെ അവിടെ പിനാക്കിൾ റിസോർട്ടിന്റെ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു ആംബിയൻസിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. എന്താ പറയാ, നൈസായിട്ടൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇതേ പൂളിന്റെ സൈഡിൽ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നല്ലേ സിബിൽ. സിബില ഹായ്. ഇത് നമ്മുടെ അഭിലാഷ്. അഭിലാഷ് ദേ അവിടെ നമ്മുടെ അജേഷ്. ഹായ്. നമ്മളിപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കാണാനുള്ളത് ഈ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ച് കാണാം. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ പൂളിലൊക്കെ ഒന്ന് ചാടി ഉല്ലസിക്കാം. ഇതൊക്കെ തന്നെയാണ് നമുക്കിപ്പോൾ ഇവിടെ ഇപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അതുള്ളത്. താഴ്വാരങ്ങളിലൊക്കെ ഒരുപാട് വീടുകളൊക്കെ കാണുന്നുണ്ട്. ഞാൻ മാക്സിമം സൂം ചെയ്ത് കാണിക്കുന്നുണ്ടല്ലേ, ഇവിടെയൊക്കെ ഒരുപാട് വീടുകളുണ്ട്. ചെരുപ്പ് ചെരുപ്പ് പുറത്ത് വെക്ക്. ഇപ്പം നമ്മുടെ നൈറ്റിലുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. എന്താ രസം എന്നറിയോ, താഴത്തൊക്കെ ഇങ്ങനെ ലൈറ്റുകളും കാരണം അതിൻ്റെ കോടമഞ്ഞും ഒക്കെ വരുമ്പോഴേ അന്യായ വ്യൂ എന്ന് പറഞ്ഞാൽ അന്യായ വ്യൂ. നമ്മുടെ ടെൻറ്റ് താഴെ കാണുന്ന ടെൻറ്റ്, നമ്മളിപ്പോൾ ഒരു അൽഫാം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ റിസോർട്ടാണ് ഈ കാണുന്നത്. റിസോർട്ടിൻ്റെ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ, ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ താഴെ ആണ് വരുന്നത്. ഈ മല കയറി വരുന്നുണ്ടല്ലേ, ഈ ഒരു താഴ്വാരത്തുനിന്ന് ആ റിസോർട്ടിൽ നിന്ന് കയറി വരുന്ന വണ്ടിയാണ് ഈ വരുന്നത് അല്ലേ. ഇതിലാണ് ഇതേപോലുള്ള വണ്ടികളിലാണ് നമ്മളതിനൊക്കെ ഇവിടെ മുകളിലേക്ക് എത്തിക്കുന്നത്. അൽഫാമിലേക്കുള്ള കണൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അൽഫാം എങ്ങനെ മസാല സെറ്റ് ചെയ്തെന്ന് കാണണ്ടേ. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്നും മസാല തേച്ച് കൊണ്ടുവന്നിട്ടുള്ള ചിക്കൻ ഇതാ ഗ്രില്ലിൽ കയറി കഴിഞ്ഞു. ആഹാ, അടിപൊളി മണം. അപ്പോൾ ഗൈസ്, നമ്മളെ രാത്രിയിലുള്ള നമുക്ക് കിടക്കാനുള്ള ടെൻറ്റുകളാണ് ഈ കാണുന്നത്. 2 എണ്ണം അവിടെ ആ ഭാഗത്ത് 2 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ടെൻറ്റിലാണ് ഇനി കിടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ നൈറ്റ് വൈബുകളാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ താഴെയൊക്കെ നല്ല ലൈറ്റുകളും കാര്യങ്ങളും, നല്ല തണുപ്പുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിനി മെയിനായിട്ട് കാത്തു നിൽക്കുന്നത് മോർണിംഗിലുള്ള ആ ഒരു എന്താ പറയുക, സൺറൈസ് നമ്മളെങ്ങനെയാണ് നമുക്ക് അത്
അനുഭവിക്കാൻ പറ്റുക എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഗൈസ്, പിനാക്കിൾ റിസോർട്ടിലെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നാളെ മോർണിംഗ് മുതലുള്ള സെക്ഷൻ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ നേരിട്ട് കാണാം. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ നേരിട്ട് കാണുന്നവരേക്കും ദിസ് ഈസ് ശ്രീജിത്ത്, ബാഗുസ് വ്ലോഗ് സൈനിങ് ഓഫ്.